വെള്ളിയാഴ്ച ദിവസം നമ്മളൊരു 10-10:30 മണിയാകുമ്പോൾ എണീക്കുള്ളൂ ഗൈസ്. ഏട്ടന് ഓഫീസിൽ പോകണ്ടല്ലോ. പക്ഷേ എങ്കിൽ ഏട്ടന് ഓഫീസിൽ പോണ ഫ്ലോയിൽ എണീച്ച് ശീലമായതുകൊണ്ട് ഏട്ടൻ രാവിലെ എണീക്കും കേട്ടോ. എന്നിട്ട് തേരാപ്പാര അങ്ങോട്ട് നടക്കും. പക്ഷേ എന്നെയും കാശിക്കൊണ്ടേയും ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാറില്ല കേട്ടോ. അങ്ങനെ വീക്കെൻഡ് ഡേയ്സിലായിരിക്കും തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ടുള്ള ഒരു കുളി പാസ്സാക്കാം കേട്ടോ. അപ്പോൾ കാശിക്കൊണ്ട് ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്നോട് ഒരു ചായയൊക്കെ എടുത്ത് മുകളിലേക്ക് പോകട്ടോ. ഏട്ടൻ ചായ ഒന്നും കുടിക്കില്ല ഗൈസ്. മുകളിൽ ചെന്നപ്പോഴേക്കും കാശിക്കൊണ്ട് എണീച്ച് ഒച്ചപ്പാടുണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ താഴോട്ട് വന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഡെയിലി കുളിയൊന്നുമില്ല. അങ്ങനെ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. പൂരി ഞാൻ പരത്തി ഉണ്ടാക്കിയൊന്നല്ല കേട്ടോ. ഏട്ടൻ അവിടെ നിന്നിട്ട് പല്ലേക്കണേ ഉള്ളൂ. കാശിക്കൊണ്ട് പല്ലേപ്പിച്ച് ഫ്രണ്ടിൽ കൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പൂരി നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാണ്. ഞാൻ പൂരി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. എണ്ണയിൽ അങ്ങനെ പൂരി പൊന്തി വരുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ പൂരി നിന്നിട്ടോ. ഇന്നലെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായി. അത് കൂട്ടി പൂരി അങ്ങോട്ട് തട്ടി. അതിനിടയ്ക്ക് നമ്മൾ നാട്ടിലേക്ക് വിളിച്ച് എല്ലാവരോടും സംസാരിക്കും കേട്ടോ. അച്ഛമ്മനെ അമ്മമ്മനെ അപ്പൂപ്പനെയൊക്കെ വിളിച്ച് കാശിക്കൊണ്ടായിട്ട് വർത്താനം പറയും. എല്ലാ ദിവസവും വിളിക്കുന്നുണ്ടെങ്കിലും വെള്ളിയാഴ്ച ദിവസം കുറച്ചധികം നേരം വർത്താനം പറയും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് തലയിൽ എണ്ണ തേപ്പ്. ഞാൻ അന്ന് തല കുളിക്കാനുള്ള പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ തലയിൽ എണ്ണയും തേച്ചില്ല കേട്ടോ. ഏട്ടൻ വെള്ളിയാഴ്ച ദിവസം എണ്ണയൊക്കെ തേച്ചിട്ടാണ് കുളിക്കേണ്ടത്. പിന്നെ വീട്ടിൽ കുറച്ച് അലക്കുലത്തെ പണികളൊക്കെ ബാക്കിയുണ്ടായി. വാർഡ്രോബിനകത്ത് കുറേ കോലൊക്കെ പിടിപ്പിക്കേണ്ടായി. കാശിക്കുട്ടിൻ്റെതായ കലാപരിപാടിയിൽ ഏർപ്പെട്ടപ്പോൾ ഞാൻ പോയിട്ട് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടോ. അതിനിടയ്ക്ക് ഏട്ടനും കാശിക്കൊണ്ടും പോയിട്ട് മുറിയൊക്കെ അടിച്ച് വാരി ക്ലീൻ ആക്കിയിട്ടുണ്ട്. കാശിക്കൊണ്ടോടൊരു കുഞ്ഞു ചൂലും അടിച്ച് വാരിയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവൻ അടിച്ചൊക്കെ വാരും. പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകും. അപ്പോൾ അത്രേ ഉള്ളൂ.